ഇന്ന് നമ്മൾ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇംഗ്ലണ്ട് വേഴ്സസ് നോർവേ മാച്ചിനെ കുറിച്ചും അർജൻറ്റീന വേഴ്സസ് സ്വിറ്റ്സർലൻഡ് മാച്ചിനെ കുറിച്ചാണ്. ഇംഗ്ലണ്ട് വേഴ്സസ് നോർവേ മാച്ച് നല്ലൊരു ഗെയിമായിരുന്നു. ലൈക്ക് ഒരു രണ്ടുപേരും ഈക്വൽ സ്ട്രെങ്ത് ഉള്ള ആളുകളാണ് എന്നാണ് കളി കണ്ടപ്പോൾ തോന്നിയത്. ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ മിഡ്ഫീൽഡിലേക്കൂടെ ജൂഡ് ബെല്ലിംഗ്ഹാം വീണ്ടും പ്രശ്നം ഉണ്ടാക്കി. അതായത് മിഡ്ഫീൽഡിൽ തന്നെ ജൂഡ് ബെല്ലിംഗ്ഹാമിനെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഈ ഗെയിമിൻ്റെ റിസൾട്ട് വേറെ ആയേനെ. ബട്ട് നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യണം. ജൂഡ് ബെല്ലിംഗ്ഹാമിൻ്റെ സെക്കൻഡ് ഗോള് കഴിഞ്ഞ ഗെയിമിൽ ലൈക്ക് ബെൽജിയത്തിൻ്റെ സെമൻസ് ചെയ്ത പോലൊരു സിമിലർ മിസ്റ്റേക്ക് ആയിരുന്നു നോർവേ കീപ്പറിൻ്റെ കയ്യിൽ നിന്ന്. ആ ഒരു ചെറിയ മിസ്റ്റേക്കാണ് ഈ ഗെയിം കോസ്റ്റ് ചെയ്തത്. അല്ലെങ്കിൽ നമുക്കത് എക്സ്ട്രാ ടൈമിലോട്ട് പോകുമായിരുന്നു, ഇതിൽ പെനാൽറ്റി പോകുമായിരുന്നു, നമുക്കറിയില്ല. ബട്ട് ജൂഡ് ബെല്ലിംഗ്ഹാം വാസ് ലൈക്ക് റിയലി ഇംപ്രസീവ്. ഇപ്പോൾ 6 ഗോൾസായി ഓവറോൾ വേൾഡ് കപ്പിൽ. ഇനിയുള്ള മാച്ച് ഇനിയും നമ്മൾ കണ്ട മാച്ച് അർജൻറ്റീന വേഴ്സസ് സ്വിറ്റ്സർലൻഡാണ്. സ്വിറ്റ്സർലൻഡ് നന്നായി കളിച്ചു, പക്ഷേ ഒരു റെഡ് കാർഡ് കിട്ടിയതോടുകൂടി അവർ ഫുള്ള് ബസ് പാർക്ക് ചെയ്യലായിരുന്നു. പിന്നെ അവർക്ക് സ്കോർ ചെയ്യാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ബസ് പാർക്ക് ചെയ്ത് അവരെ ഗെയിമിന് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ്ട്രാ ടൈമിലോട്ട് ഇങ്ങനെ കൊണ്ടുപോയി. പിന്നെ പെനാൽറ്റീസിലോട്ട് കൊണ്ടുപോകാന്നുള്ള ഒരു പരിപാടിയായിരുന്നു അവരുടെ ഗെയിം പ്ലാൻ എന്നാണ് തോന്നിയത്. ആൽവാരസിൻ്റെ മൊമെൻ്റ് ആയിരുന്നു ശരിക്കും മാജിക്കൽ. ഈ വേൾഡ് കപ്പിലെ ഏറ്റവും ബെസ്റ്റ് ഗോള് അതായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നെക്സ്റ്റ് മാച്ച് അർജൻറ്റീന ഇംഗ്ലണ്ടിനെതിരെയാണ് കളിക്കുന്നത്. ഈ ഗെയിം വെച്ചിട്ട് ഇംഗ്ലണ്ടിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കളി തോറ്റ് പോകും. കാരണം ഇംഗ്ലണ്ട് വളരെ നല്ലതാണ്. ഇവർ ഭയങ്കര സ്ലോ ആണ്. യങ് പ്ലെയേഴ്സ്, ഇവർ നല്ല ഏജ് കൂടിയ പ്ലെയേഴ്സാണ്, പക്ഷേ എല്ലാവരും ഭയങ്കര സ്ലോ ആയിട്ട് കളിക്കണം. ഈ ഒരു ഗെയിം വെച്ചിട്ട് ഇംഗ്ലണ്ടിനെതിരെ ജയിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കാണുന്നത് ഇംഗ്ലണ്ട് ഫ്രാൻസ് ഫൈനലാണ്. നെക്സ്റ്റ് ഗെയിം ഫ്രാൻസ് വേഴ്സസ് സ്പെയിൻ. ഫ്രാൻസ് ജയിക്കും. പിന്നെ ഫൈനലി ഇംഗ്ലണ്ട് വേഴ്സസ് ഫ്രാൻസ് ആയിരിക്കും. ഇത് ഫ്രാൻസ് ജയിക്കും. ഇങ്ങനെയാണ് എൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു തോട്ട്. ഇങ്ങനെയാണ് ഗെയിം വരാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് നമുക്കറിയില്ല. എന്നാലും നമുക്ക് നെക്സ്റ്റ് ഗെയിമിൻ്റെ റിവ്യൂവും ഒക്കെ നമുക്കങ്ങനെ മുന്നോട്ട് പോകുന്നവരും കണ്ട് പോവാം. അപ്പോൾ അത്രേ ഉള്ളൂ.